ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ അനുമോൾ തൂക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. കാരണം ഇന്നലെ അതിൻ്റെ അകത്ത് അനുമോളും അതുപോലെ നമ്മുടെ പൂമ്പാറ്റകൾ, അതായത് ആദിലെ നൂറ്, ഇവർ ആയിരുന്നു ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്തെ താരങ്ങൾ. മെയിൻ താരങ്ങൾ അവരായിരുന്നു. അവരെ ആയിരുന്നു എല്ലാവരും കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് അനുമോളാണ് മെയിൻ ചർച്ചാ വിഷയം. മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാൾ അനുമോളാണ്. അപ്പം അനുമോളെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് ഔട്ടാക്കണം എന്ന് തന്നെ തീരുമാനിച്ചാണ് ബാക്കി എല്ലാവരും ഇരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്, അനുമോൾ ലാസ്റ്റ് 5 വരെ വരും. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും അനുമോളെ ഇറക്കി വിടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് എല്ലാവരുടെ കഴിവിൻ്റെ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് രാവിലെ തന്നെ നമ്മുടെ അനുമോള് കിച്ചണിൽ വന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇവള് റെനയുടെ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇടുവോ മുഖത്ത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അനുമോള് രാവിലെ കിച്ചണിൽ വന്ന ടൈമിൽ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും ജിസേൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പത്തേനും അങ്ങനെയല്ല എന്നുള്ള രീതിക്ക് വന്നിട്ട് നമ്മുടെ അനുമോൾ ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് ഇങ്ങനെയാണ് ഒപ്പുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അനുമോൾ ചെയ്തത് തെറ്റാണ്. എന്നിരുന്നാലും അങ്ങനെ തൊടുത്തതും കണ്ടു. അതിലും ഫോഴ്സിൽ നല്ല രീതിക്കാണ് നമ്മുടെ ജിസേൽ അനുവിനെ പിടിച്ച് തള്ളിയപ്പം എനിക്ക് തോന്നുന്നു ഒരു പുറകെ ഷാനവാസ് അവരാരും നിൽപ്പുണ്ടെന്ന് അവരെ പോയി ഇടിച്ച് നിൽക്കുക ചെയ്തത്. അവരാരും ഇല്ലായിരുന്നു. ഉറപ്പായിട്ടും അനുമോൾ തെറിച്ചു പോയി ആ സ്ലാബിനെ ടട്ടിച്ച് അനുമോളെ നടു തീർന്നേനെ. ഉറപ്പായിട്ടും അനുമോൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കേസായിട്ട് അതിനുള്ള വകുപ്പ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത്ര എത്താതെ എന്നോ ദൈവാനുഗ്രഹം എന്ന് മാത്രം കരുതിയാൽ മതി. എന്നിരുന്നാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നു. ഉടനെ നമ്മുടെ നെവിന് ഒരു ഇതും കൊണ്ട് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്ന് ചുടിയിൽ ഇട്ട് കൊടുക്കുക അങ്ങോട്ട്. ചേച്ചി ഇതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനുമോളുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പാനി പോയിട്ട്, അതാണ് അപ്പാനിയുടെ ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഇതുപോലെ പാവാടവള്ള ഒരു മനുഷ്യനാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള എന്ത് വലിയ എക്സാമ്പിളാണെന്നറിയോ. ലോക തോൽവിയായി വരുവാണ് അപ്പാനി അവിടെ. അപ്പാനി എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ടുണ്ട്, അനുമോൾ അതിക്രൂരമായി ജിസേലിനെ അതിക്രൂരമായിട്ട് എന്നാ കാണിച്ചേ, ജസ്റ്റ് ഇത് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ പിടിച്ച് കോങ്ങാക്കി പിടിക്കുക, അല്ലാതെ നടുവിനിട്ടിടിക്കുക ഒന്നും ചെയ്തൊന്നും ഇല്ല. അപ്പത്തേനുമാണ് ഇങ്ങനെ ഇത്രയും രീതിക്ക് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ അങ്ങോട്ട് കയറി നിന്നിട്ട് ഭയങ്കരമായിട്ടൊരു ഷോയൊക്കെ കളിച്ചു. ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അതായത് ബിഗ് ബോസ് അനുവിനെ ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുള്ളത് നമ്മുടെ നെവിന് വഴിയെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഇതിനകത്ത് റൂം ഏരിയയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി എല്ലാവരും ഇരിക്കുവാണ്. അപ്പം അന്ന് നമ്മുടെ ഒനീലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത് കഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുക. ആദ്യം ജിസേലിനോടും അനുമോളോടും കൂടെ റൂമിൽ ചെല്ലാൻ പറയുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ ചെല്ലുമ്പോഴും ജിസേലിന് അക്കിടി പറ്റിയത് അവിടെയാണ്. ജിസേൽ പറയുന്നുണ്ട് ജിസേലിൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചു എന്ന്. അപ്പം ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ ആ ക്ലിപ്പിംഗ് വീണ്ടും കണ്ടു എന്നുള്ളത്. ഇങ്ങനെ തിരുമി, ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ തിരുമി എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അങ്ങനെ പിടിച്ചിട്ടുമില്ല, തിരുമിയിട്ടുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ എന്നുള്ളത് ബിഗ് ബോസ്. എന്നാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനൊരു തീരുമാനമാകുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യും. അപ്പം അതുപോലെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച ലാലേട്ടൻ ഇല്ല എന്നൊരു ലാലേട്ടൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, നെക്സ്റ്റ് വീക്ക് ഞാൻ വരുന്നില്ല, ഞാനൊരു യാത്ര പോകുവാണ് എന്നുള്ളത്. ജസ്റ്റ് ലാലേട്ടൻ ഇങ്ങനൊരു ക്ലൂ തന്നായിരുന്നു. അപ്പം ഈ ആഴ്ച ആര് വരും, അത് ഞാൻ നെക്സ്റ്റ് വീക്കിൽ ലാലേട്ടൻ, അത് കഴിഞ്ഞുള്ള ഈ വീക്കല്ല നെക്സ്റ്റ് വീക്ക് എപ്പിസോഡിലായിരിക്കും. ഇതുവരെ എന്നുള്ള പ്രമോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള വീക്കെൻഡിലാണോ ലാലേട്ടൻ വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും കൺഫെഷൻ റൂമിൽ നിന്ന് ഇവർ തമ്മിലൊരു ഇതാവാത്തത് കൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അവർ തിരിച്ച് വന്നിട്ടുണ്ട്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിന് തീരുമാനമാവുന്നത്. അപ്പം ഇങ്ങോട്ട് വന്ന ഉടനെ നെവിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞതെന്ന്, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണോ എന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് നെവിന്, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്, അതിൽ നിന്ന് ഞാൻ ഒരു തുള്ളി പോലും മാറില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് നെവിൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നെവിന്
ഒരു കാര്യവും ഇല്ലാതെയാണ് നെവിൻ ആദ്യം ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ് ഈ ബഹളം എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുവാണ്, നിനക്ക് പ്രധാന വാതിൽ തുറന്നു നിന്നിട്ടുണ്ട്, ഇറങ്ങി പൊക്കോ. നെവിൻ ഇറങ്ങി അങ്ങ് പോയി. കുറെ കരയാൻ വേണ്ടി കുറെ ആൾക്കാർ നെവിൻ പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ ജിസേലിനാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന എല്ലാവരും വെച്ചാൽ നമ്മുടെ റെന ഫാത്തിമയും പോട്ടെ, നമ്മുടെ ഇവര് ആദിലയും നൂറയും, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആദിലയും നൂറയും കൂടെ നിന്നിട്ട് ഇറങ്ങി പോടാ പോടാ പോടാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ഇതായിരുന്നു. അവരെ അത്രയും ആ ഇറങ്ങിപ്പോയ സമയത്താണെങ്കിലും നിങ്ങൾ ആ കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അവർ റെപ്രസെന്റ് അവർ പറയുന്നൊരു കാര്യം സത്യമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ കാണിച്ചു കൊടുക്കുന്നത്. സത്യമാണ്. അവർ തമ്മിൽ ആ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ലൈഫ് അവർ കൊണ്ടുപോകുന്നുണ്ട്. അവരത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നതും കാണിക്കുന്നതും. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അവരോട് പറഞ്ഞത്. എന്താണെങ്കിലും ഒരു ബഹളവും ഒച്ചപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ നിവിൻ അതിൻ്റെ അകത്ത് നിന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് കാണുന്നത് പിന്നെ ഉള്ളതാണ് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു വഴക്കാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കൊടുക്കുമ്പോൾ റെനയ്ക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ അനുമോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അന്നേരം അപ്പം അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോഴത്തേനും റെന പറയുന്നുണ്ട് എനിക്ക് ഇച്ചിരി കൂടെ വേണം. അപ്പം അനുമോൾ പറയുന്നുണ്ട് നീ പോയി ഇത് കഴിച്ചിട്ട് വാ, കഴിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ തരാം എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ റെനയ്ക്കാണെങ്കിലും അത് പോയി കഴിച്ചിട്ട് വന്നാലും മതിയായിരുന്നു, അല്ലെങ്കിൽ അനുമോൾക്ക് ഇച്ചിരി കൊടുത്താൽ മതിയായിരുന്നു. നീ രണ്ടാമത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആദ്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അക്ബറും അപ്പാനിയും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അത് കേൾക്കുന്നില്ല. അതുപോലെ പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് വിഷമാണെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ആദ്യത്തെ ആ വഴക്കുണ്ടായ സമയത്ത് അക്ബറിന്റെ വായിൽ നിന്ന് വന്ന വാക്ക് അത് ഭയങ്കര മോശമായ വാക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കണ്ടവൻ്റെ കൂടെ പോയതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുറേ സംസാരങ്ങൾ അക്ബറിന്റെ ഭാഗത്തുനിന്ന് വന്നു. അക്ബറിന് വെച്ചാൽ അക്ബറിന് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നപ്പോൾ ഒരു താക്കീത് കൊടുത്തതാണ് ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു അനുമോളത് ഒരു ഇഷ്യൂ ആക്കി എടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിവിടെ വേറെ ആരുടെ നേരെ ആയിരുന്നെങ്കിലും അത് ഇച്ചിരി ഇഷ്യൂ ആയേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ നേരെ, അതായത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവള് ആ ഇതിന് മുമ്പോട്ടൊരു ജീവിതമുണ്ട്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, അതിൻ്റെ അകത്ത് വന്ന് കിടന്ന് ഒരാളുടെ നേരെ നോക്കിയിരുന്നോണ്ട് പറയണ ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് കുറച്ചെങ്കിലും എത്രയോ ആളുകൾ പുറത്തിരിക്കുന്ന എത്രയോ മനുഷ്യർ കാണുന്ന ഒരു ഷോയാണ്. ആ ഒരു ഷോയ്ക്കകത്ത് വന്നിരുന്നിട്ട് അക്ബറിനെ പോലെ ഒരാളത് പറഞ്ഞത് വളരെ മോശമായിപ്പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ കാര്യം ചെയ്തപ്പം അക്ബറിന് ഓൾറെഡി ഒരു വാണിംഗ് കൊടുത്തതാണ് ലാലേട്ടൻ. എന്നിട്ട് പോലും ഈ പ്രാവശ്യവും അക്ബറിന്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ അക്ബറിന് പറ്റുന്നില്ല. അത്രമാത്രം മോശപ്പെട്ട രീതിയിൽ. അതായത് അനുമോളോട് പറഞ്ഞു കേട്ടോ, നീ കണ്ടോമാർ പിന്നെയും എന്നിട്ടും അനുമോള് ചോദിക്കുന്നുണ്ട് എന്താ പറയുന്നതെന്ന്. അപ്പത്തിന് പിന്നീട് റിപ്പീറ്റ് അടിച്ച് അക്ബർ ഇതേ കാര്യം പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര മോശമായ കാര്യമാണ്. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് പിന്നെ വൈകുന്നേരത്തെ നമ്മുടെ പണിപ്പുര ടാസ്ക് ആണ് പിന്നെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് കൂട്ട് വരുന്നുണ്ട്, ഇവരുടെ സൺറിച്ച് ഓയിലിന്റെ ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഗെയിമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അവർക്കൊരു പണിപ്പുര ടാസ്ക് ആണ്. അപ്പം ഈ പണിപ്പുര ടാസ്കില് ഇവർക്കുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അൺലിമിറ്റഡ് ടൈമാണ്. അൺലിമിറ്റഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തേലും സമയം വേണമെങ്കിലും എടുത്ത് ആ പണിപ്പുരയ്ക്ക് അകത്ത് നിന്ന് അവരുടെ സാധനങ്ങൾ എടുക്കാം. അപ്പൊ പക്ഷേ അത് കേട്ടിട്ട് ആർക്കും ഒരു സന്തോഷമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പണിപ്പുരയിൽ ഇതുപോലെ അവർക്ക് കിട്ടിയിട്ട് അവരെ ടാസ്ക് ഒക്കെ കൊടുത്ത് അവരെ ബിഗ് ബോസ് ചതിച്ചത് കൊണ്ട് ഈ പ്രാവശ്യം. പക്ഷെ നമ്മുടെ ആര്യൻ അതിന് ഭയങ്കരമായിട്ട് നമ്മുടെ ബിഗ് ബോസിനിട്ട് ഒരുമാതിരി എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു രീതിയിൽ ബിഗ് ബോസിന് നേരെ ഉള്ള ക്വസ്റ്റ്യൻസ് പല കാര്യങ്ങളും ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തത് ആര്യൻ ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഒട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടന്നു. അതിൻ്റെ അവസാനം എല്ലാവരോടും കേൾക്കും എല്ലാവരും. പക്ഷെ നമ്മൾ ഇത് കേട്ടിട്ടും നമ്മുടെ ജിസേലിന് മാത്രം ഒരു സന്തോഷമില്ല. കാരണം അത് ജിസേലിൻ്റെ സാധനം എല്ലാം തിരിച്ചു പോയല്ലോ. തിരിച്ചു പോയത് കാരണം
ജിസേലിന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ജിസേലിനകത്ത് കേട്ട് ഒന്നും എടുക്കാനില്ല. ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്, അവരവരുടെ സാധനങ്ങളും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളും ഫുള്ള് കിട്ടുന്നുണ്ട്. എല്ലാവരും അതെല്ലാം മൊത്തം അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എല്ലാവരും കെട്ട് കണക്കിന് കൊണ്ട് എല്ലാവരും ഇടുന്നു. എല്ലാവരുടെയും ഡ്രസ്സും സാധനങ്ങളും മേക്കപ്സും എല്ലാം കിട്ടി, എല്ലാവരും ഹാപ്പിയായി. പക്ഷെ നമ്മുടെ ജിസേലിന് മാത്രം ഒന്നും കിട്ടാത്തത് കാരണം പുള്ളിക്കാരി വന്ന സമയത്ത് അത്രമാത്രം റൂൾ ബ്രേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണിഷ്മെന്റ് എന്നോണമാണ് അത് ചെയ്തത്. അത് കാരണം പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട്. ഇനി പുള്ളിക്കാരിക്ക് എപ്പോൾ അത് കൊടുക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നൈറ്റ് ടൈമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണെങ്കിൽ ശരത് അബ്ബാനിയും അക്ബറും റെനയും കൂടി ഇരുന്നിട്ട് എന്നാ അനുമോളെ എന്താ പറയുന്നത്, അനുമോളുടെ അടുത്തായിട്ട് തന്നെ അനുമോളെ പ്രാക്കുകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പാട്ടൊക്കെ പാടുന്നൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ പാട്ട് പാടുന്ന സമയത്ത് തന്നെ അനുമോള് പറയുന്നുണ്ട്, നീ ഇത്രയും എന്നെ നാണം കെട്ടവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അനുമോളെ ഭയങ്കരമായിട്ട് പ്രാകുന്നുണ്ട്. അക്ബറിനോടൊക്കെ പറഞ്ഞു, നീയൊക്കെ എൻ്റെ കണ്ണീരിനൊക്കെ അനുഭവിക്കുവാടാ, ഞാനിത് ആ പ്രാഗുവാടാന്ന് പറഞ്ഞിട്ട് പ്രാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ സത്യമായിട്ടും പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞാണ് ഇന്നലെ നമ്മുടെ ജിസേലിൻ്റെ ആൻറ്റി മരിച്ചിട്ടുണ്ട്. ഇപ്പം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരും ഇപ്പം അത് പറയും അനുമോളുടെ പ്രാക്കിന് കാരണമാണ്. ഇപ്പം അവിടെ മിക്കവാറും അപ്പാനി ഗ്രൂപ്പ് ഒരു ഡിസ്കഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവൾ പ്രാഗിയിട്ടായിരിക്കും പുള്ളിക്കാരി മരിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിങ്ങനെ വന്നപ്പം നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ ഇത് ക്വിറ്റ് ചെയ്ത് പോയത് നമ്മുടെ മണിക്കുട്ടൻ്റെ ഒക്കെ ഒരു സീസണിൽ. അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അവർ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അന്ന് ലാസ്റ്റ് ഏറ്റവും ഷോ തീർന്ന സമയമായിരുന്നു. അപ്പോൾ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മണിക്കൂട്ടൻ ഉറപ്പായിട്ട് കപ്പടിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് നിന്ന സമയത്താണ് പുള്ളിക്കാരി ഇതുപോലെ ക്വിറ്റ് ചെയ്ത് പോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ഷോ പകുതി പോലും ആയിട്ടില്ല. അതുകൊണ്ട് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറ്റും എന്ന് നമുക്കൊരു ഉറപ്പ് പറയാനും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, നേരം വിളത്തേമ്പോൾ കിറ്റ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കലും ബഹളം ഒക്കെ ആയിട്ട് അനുമോൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇരുന്നാലും എല്ലാവർക്കും സാധനം കിട്ടി, ജിസേലിന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എന്താണെങ്കിലും അനുമോളുടെ പ്രാക്കിനെ ചൊല്ലിപ്പറ്റിയ ഒരു സംസാരം ഉണ്ടാവും. ചിലപ്പം കൂടോത്രവും മന്ത്രവാദം ഇപ്രാവശ്യം പറയാൻ പോകില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ബുക്ക് ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം കൂടോത്രം പറയാൻ പോവുകയല്ല. പക്ഷേ എന്നിട്ടും അപ്പാനി ആ അടുക്കളയിലെ വഴക്കിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാർ കൂടോത്രം ചെയ്തിട്ടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് നമ്മുടെ അക്ബർ, നിന്റെ വീട്ടുകാർ കൂടോത്രം ചെയ്തിട്ടാടി, നീ കണ്ടവൻ്റെ കൂടെ പോയതാടി, അങ്ങനെയുള്ള കുറേ ഡയലോഗ്സ് എന്താണെങ്കിലും അക്ബർ പറയുന്നുണ്ട്. അത് വളരെ മോശമായി പോയി. അക്ബറിൻ്റെ നാക്ക് നിയന്ത്രിക്കേണ്ടത് അക്ബറിൻ്റെ അത്യാവശ്യമാണ്. കാരണം അത്ര മോശമായിട്ടാണ് അക്ബർ ത്രൂ ഔട്ട് ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ അപ്പാനി പറയാതിരിക്കാൻ പറ്റിയല്ല കേട്ടോ. ഇത് വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ്. ഒരു ഇതുമില്ല, ചുമ്മാ ഒരു ഇതുമില്ലാതെ എന്ത് കാര്യമെന്ന് പോലും അറിയാതെ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആദില ആൻഡ് നൂറ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവര് ഇത്രയും നല്ലതായിട്ടൊരു ആക്റ്റീവ്. സത്യം പറഞ്ഞാൽ അവർ ഇപ്പം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. നല്ല 2 കണ്ടസ്റ്റൻസ് ആണ് ആദില ആൻഡ് നൂറ. സമ്മതിക്കല്ല, അവര് എനിക്ക് തോന്നുന്നു വോട്ടിങ് കുറച്ച് പുറകോട്ടിട്ട് ഇപ്പം നല്ല മുന്നേറ്റമാണ് ചെയ്യുന്നത്. കാരണം നല്ല കണ്ടന്റ്, നല്ലൊരു രീതിയിൽ ഈ ഒരു ആഴ്ചയെല്ലാം നല്ല ഒരു എന്താ പറയുക, നല്ല കുറച്ച് കാര്യങ്ങൾ തന്നത് അവരാണ്. ഇപ്പം ആദില, നൂറ, അനുമോൾ ഇവരൊക്കെ നല്ല കുറേ കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്തായാലും ചെയ്തൊരു കാര്യത്തോട് ഞാൻ അനുമോൾ ചെയ്തതിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റിയില്ല. കാരണം അങ്ങനെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ബോഡി ടച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് ഇച്ചിരി മോശമാണ്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ. നമുക്കിനി അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം.